അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വ്ളോഗിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ വ്ളോഗ് കണ്ടിന്യൂസ് ആയി തുടങ്ങാമെന്നാണ് ഇനി വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യും. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നെല്ലാവരും പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട. വെറുതെ എന്താ നമ്മൾ നിർബന്ധിച്ച് ചെയ്യണ കാര്യങ്ങളെല്ലാം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്തോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഫുൾ വ്ളോഗ് ചെയ്യാൻ നല്ല മടിയാണ്, കാരണം സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇവിടെ UK റമദാൻ മാസം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ഒരു മാസം വേറെ ലെവലാകരം. അപ്പോൾ കുറച്ച് ഫുഡ് അടിയൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പോകണമെന്നാണ് ഇനി എൻ്റെ ഒരു ആഗ്രഹം. അത് നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ എത്രയായി? തികച്ചും 9:43. ഫോണൊക്കെ പൊട്ടിയില്ലേ? 9:43 ടൈം. അപ്പോൾ എന്ത് കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, ഒരു ഡേ ലൈഫ്. നാളെ ഏതായാലും റംസാൻ ഒന്നും അല്ലേ. അപ്പോൾ രാവിലെ എൻ്റെ ഇവിടുത്തെ ഒരു ഫുൾ ഡേ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഇവിടെ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസം, ജോലിക്കൊക്കെ പോകുന്നത്, കാര്യങ്ങളൊക്കെ. എൻ്റെ ബിസിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ കഷ്ടപ്പാടാണ്. UK ജീവിതമൊക്കെ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അനിയന്മാർ, പെങ്ങന്മാർ, ഉമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് നാളെ കാണിച്ചു തരാം. അപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്, മോർണിംഗിൽ കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ 4:15 ടൈം അല്ലേ, 4:19 മോർണിംഗ്. വന്ന് ഫസ്റ്റ് റമദാനാണ്. അപ്പോൾ ഫസ്റ്റ് പരച്ചാണ്. അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ കമ്പനിയിൽ പോകണം. അപ്പോൾ ഉറക്കെ 4:19 പല്ലൊക്കെ ചേച്ച് ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 5 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും, ജോലി സ്ഥലത്തോട്ട് പോകും. അപ്പോൾ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകല് നമ്മുടെ ബൈക്കിലല്ല, സൈക്കിളിലാണ് പോക്ക്. സൈക്കിളിൽ ഒരു 45 മിനിറ്റ് സൈക്കിളിൽ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ സൈക്കിളിൽ പോവുകയാണെങ്കിൽ നല്ല സുഖമാണ്, ഭയങ്കര തണുപ്പാണ്. ഒരു 5-6 കോട്ടൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. -2 ഒക്കെയാണ് ഇപ്പോൾ തണുപ്പ്. പക്ഷേ സൈക്കിളിൽ പോവുകയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ടെന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ പിന്നെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത്. അപ്പോൾ പല്ലൊക്കെ തേച്ച് ചോറയ്ക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉറക്കം ഒരു ഭയങ്കര സെറ്റാണ്. രാവിലെ 3 വർഷമായിട്ട് 4 മണിക്കാണ് നീച്ചത്. കാരണം രാവിലെ ജോലി, അതുകൊണ്ട് 6 മണി മുതൽ 2 മണി വരെ 7 മണിക്കൂർ വർക്ക് ചെയ്യണം. നല്ല സുഖമാണ്. വടി ഒക്കെ ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പല്ലിയേക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ബൈക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സൈക്കിൾ. എന്തായാലും 2 ബാറ്ററിയാണ് ഇതിന്. ഇതിന് റേറ്റ് വരുന്നത് വെച്ചാൽ 550 പൗണ്ടാണ് ഇതിന് റേറ്റ്. നാട്ടിൽ തന്നെ 55,000-60,000 സ്കൂട്ടിയുടെ റേസ് വെയിറ്റ് ഉണ്ട്. കോട്ടല്ലേ 3 എണ്ണൊക്കെയാണ്. കോട്ടത്തിന് മുതൽ ഇട്ടേക്കലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇവിടെ ടോയ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമ്മൾ കുളിക്കാം, ഇവിടെയാണ് നമ്മൾ കുളിക്കാനുള്ള സ്ഥലം. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ ഫ്ലോറിൽ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നാട്ടിലത്തെ മാതിരി വെള്ളം യൂസ് ചെയ്തിട്ട് കുളിക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അവിടെ വെള്ളം പോലെ സ്ഥലമില്ല, അതൊരു മാറ്റാണ്. അതുകൊണ്ട് ഇതിൽ വെള്ളം നിൽക്കാൻ പാടില്ല. വെള്ളം നല്ല പ്രശ്നമാണല്ലേ, ഇവിടെയൊക്കെ പൊളിഞ്ഞ് പോക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ടോയ്ലറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ വീടൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കുറച്ച് അടുത്ത് ചെയ്തോണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് കാണിച്ചു തരണം, സ്ഥലം കാണിച്ചു തരണം. ഒന്നിനും സമയം കിട്ടാത്തോണ്ടല്ല, ഒരു മടിയായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ വഴിയെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇവിടുത്തെ വീട്, അതിന് റെന്റ് എത്രയാണ്, എന്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ട്. വേണമെന്നുണ്ടവരൊക്കെ കമന്റ് ചെയ്യാം, ഞാൻ അപ്പോൾ അനുസരിച്ച് ചെയ്തോണ്ട്.
ഓയിൽ വെച്ചിട്ട് ഫുഡ് വെച്ചിട്ട് സ്ഥലം കൂടാം. ഓക്കെ, ഇന്ന് ലേറ്റ് ആയിട്ടുള്ള പൊലിച്ചോറാണ്. നല്ലൊരു കുറച്ച് ഓംപ്ലേറ്റും കയ്പ്പൊക്കെ വറുത്തതും നല്ല കറി, തക്കാളി കറി. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് സ്ഥലം കൂടാം. കമ്പനിക്ക് പോവാണ് ഗൈസ്. ഡ്രസ്സിങ് ഹെഡ്സെറ്റ് മുഖ്യം പിങ്ങിലേ. അപ്പം ശരി, ബൈ. മോർണിംഗ് 5:06 ടൈം. അപ്പോൾ നമ്മളിവിടെ സൈക്കിളിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. ഓക്കെ, ആൾക്കാർ ഡെലിവറിക്കൊക്കെ പോകണ്ടല്ലേ. അപ്പോൾ സൈക്കിളിലെ യാത്ര. അങ്ങനെ കമ്പനിയിലെത്തി. കമ്പനിയിലെത്തി പറഞ്ഞതാണ്. നല്ല കാറ്റുണ്ട്. ഫോണിലാണ് മഹയോട് സംസാരിച്ചിരിക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ കമ്പനി ഗൈസ്. കമ്പനിയിൽ നമ്മളിവിടെ എത്തിയത് രാവിലെ 6 മണിക്ക്. സമയം 5:55 ആയി. അത് ഞങ്ങളെ കമ്പനിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. വരുമ്പോൾ ഇവിടെ നമ്മൾ പേര് എഴുതി ഒപ്പിടണം, പിന്നെ അവിടെ സൈൻ ചെയ്യണം. എന്നിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളോട്ട് പോകണം. അല്ലേ, കുറേ ആൾക്കാർ വന്ന് ഇവിടെ ഇരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. ഉള്ളിൽ തണുപ്പുള്ളതുകൊണ്ടേ നമുക്ക് 2 കോട്ട് ഇടാം. അപ്പോൾ ജോലിക്ക് കയറട്ടെ. അടുത്ത ജോലി നിന്ന് ഇറങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. സമയം വൈകിയേക്കാണ്. ബൈ. ബ്രേക്കിനിറങ്ങിയിട്ട് ഇനി നോമ്പായിട്ട് ഫുഡൊന്നും കണ്ടിട്ട് ഇപ്പോഴേ കുറച്ചേരം കൈ മടിച്ച. ഇത് നമ്മളെ കളിക്കാരൻ ലിബിയക്കാരനാണ്. ഓ ഗുഡ്.
എല്ലാവരും പോയി, 2 മണിയായി ഗൈസ്. അപ്പം ഞാനും പോവാണ്. എന്താ ചെയ്യുക, നമ്മൾ പോകണം. എന്നിട്ട് ഇവിടെ സൈൻ ചെയ്യണം, സെക്യൂരിറ്റി ബാഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ കമ്പനി. രാവിലക്കത്തെ വെളിച്ചത്തിൽ കാണിച്ചു തരാം. അപ്പോൾ സൈക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. എന്താ പറയുക, തണുപ്പുണ്ട് കാറ്റുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇനി വീട്ടിൽ കുടിച്ച് നടക്കാൻ പോകുക. ഓക്കെ, വീട്ടിൽ കുടിച്ചിട്ട് നടന്നിട്ട് നോമ്പല്ലേ, നോമ്പുറക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫോൺ വയ്ക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഒക്കെ ഇതൊക്കെ ഭയങ്കര കാറ്റില്ലേ, രക്ഷയില്ല. രക്ഷയില്ലാത്ത തണുപ്പ്, ഒരു രക്ഷയില്ല. -5 കളി കണ്ടിട്ടാണ് നമ്മൾ ഗൈസ്, ഇവിടെ കളിയാണ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഫ്രൂട്ട്സുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. നോമ്പല്ല ഫസ്റ്റ് ഡേ. ഇപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ അടുത്ത ഷോപ്പിൽ പോകണം. എന്ത് നിന്ന ഗെയിമോ? ആ ശരി, ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചു വരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരമാണത്. ഏതായാലും നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. സൈക്കിളോട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ അസിഡേക്കാണ് വന്നേക്കണേ. അസിഡിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതാണ് അസിഡ സൂപ്പർ മാർക്കറ്റ്. ഇവിടുന്ന് സാധനങ്ങൾ എടുക്കണം. രാത്രി ആവാനായി, 5 മണിക്ക് ഇരുട്ടാവും. അപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോയി ബാക്കിയുള്ള പരിപാടികൾ സെറ്റ് അലങ്കരിക്കുക. തോപ്പറക്കുള്ള സാധനം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വന്നപ്പോഴൊക്കെ നമ്മൾ പൊണ്ടായിട്ട് 10 ചൂടിൽ തുടങ്ങിയിട്ടുണ്ട്. 10 ചൂടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ചിക്കനും ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യണം. 10 ഇടാണ്ട് പഴംപൊരി, ഫ്രൂട്ട്സുകൾ. ഇതെന്താ? ചിക്കൻ കറി. ആഹാ, റെഡി റെഡി റെഡി. ഞങ്ങളെ വീട്ടിലെ കുമേരൻ ഇവിടെ വാടി. തെറ്റിപ്പോയി ഗൈസ്, തെറ്റിപ്പോയി. മുട്ടായി കൊടുക്കാരോട് തെറ്റിപ്പോയി. അതാ വാലെടുത്ത് സിനിമ വാടി ഇടി എടക്കെ. മുട്ടായി തരത്തിൽ തെറ്റിയാക്കാരോ? മുട്ടായി തരത്തിൽ തെറ്റോ? അന്റെ താത്ത തെറ്റിപ്പോയി. ഇൻഷുറൻസ് എടുക്കണം. ഞാന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട പേസ്റ്റ് ഇട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ഗ്രേവി ഇട്ട് മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷവായ ജ്യൂസ് അടിക്കണം. ഷവായ ഉണ്ടാക്കാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പഴംപൊരി ഇങ്ങനെ ചൂട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് പഴംപൊരി, വേറെ കൂടുതൽ എണ്ണക്കടിയൊന്നുമില്ല. എണ്ണക്കടി കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ സാധനം പോട്ടെ, പിന്നെ നമുക്ക് പൊടിക്കാൻ അവസ്ഥ. അപ്പോൾ
ഇനി വാട്ടർമെലൺ വെട്ട്. തണ്ണിമത്തൻ ഇവിടെ ഒരു തണ്ണിമത്തിന് വില 4.5 പൗണ്ട്, ഏകദേശം നാട്ടിൽ 450 രൂപ ഒരു വത്തക്കൊക്കെ. നമ്മുടെ വലിപ്പം കണ്ടില്ലേ, നല്ല വത്തക്കയാണ്. നാളെയാണ് നാട്ടിലെ നോമ്പ്. ഞങ്ങളെ നോമ്പ് 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ നോമ്പ് കൂടെ തീർന്നു പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റംസ് ഫ്രൂട്ട്സ് വെക്കാം. ബനാന സൈഡിൽ വെക്കാം. അങ്ങനെ ഓരോ സാധനം. മാംഗോ കിട്ടിയില്ല സ്വത്തെ, മാംഗോ പൊരിക്കട്ടോ. പിന്നെ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്. നമ്പർ കുറച്ച് ബാക്കിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈത്തപ്പഴം പൊരിക്കും. അത് പിന്നെ നമ്മള് മസ്റ്റ് അല്ലേ, പഴംപൊരി ആക്കിയ അല്ലെങ്കിൽ ഈത്തപ്പഴം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ബിസ്ക്കറ്റ്. ഇതൊക്കെയാണ് നമ്മൾ മാവ് ആക്കിയ കാണുന്ന ലീലാവിലാസങ്ങൾ. ഈ പഴംപൊരി പൊരിക്കുമ്പോൾ മാവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈത്തപ്പഴം ബിസ്ക്കറ്റ് എനിക്കറിയും. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കല്ലേ, കമൻറ്റ് ചെയ്യും. എന്നാൽ നമുക്ക് അതൊന്നും ട്രൈ ചെയ്യാമല്ലോ. ഞാൻ എപ്പോഴും മാവ് ആക്കി കഴിഞ്ഞാൽ ഈത്തപ്പഴം ഫസ്റ്റ് ട്രൈ ഈത്തപ്പഴം, സെക്കൻഡ് ഈത്തപ്പഴം കിട്ടിയെങ്കിൽ ബിസ്ക്കറ്റ് നമുക്ക് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈത്തപ്പഴം പൊരിക്കുക, ബിസ്ക്കറ്റ് അല്ലാത്ത വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഈത്തപ്പഴം, നോമ്പ് മുറിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഉള്ളിലുള്ള ആര് നിൽക്കുന്നുണ്ട്. ഗെയ്സ്, നോമ്പ് ഒന്നാമത്തെ നോമ്പ് നമ്മളെ കൂടെ കഴിയുന്ന രീതിയിൽ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ആ റിസ്ക് ഒക്കെ എടുത്ത് ഓടി വന്ന് കുറേ മണ്ടി. ഇനിയിപ്പോൾ നോമ്പ് തുറക്കലാണ്. 5:31 ഇവിടെ വാങ്ങ്. എന്തായാലും ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചു തരാം. കുറച്ച് കുഞ്ഞ് പഴംപൊരി, വലിയ പഴംപൊരി ഒന്നുമില്ലെങ്കിലും, പിന്നെ കുറച്ച് ഈത്തപ്പഴം പൊരിച്ചത്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതിൽ തണ്ണിമത്തൻ, ആപ്പിൾ, മുസമ്പി, മുന്തിരി, പിന്നെ കുറച്ച് ഈത്തപ്പഴം, കുറച്ച് പഴം, എന്താ പറയുക വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ അപ്പുറത്ത് ചിക്കൻ ഷവായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ പത്തിരി, ചിക്കൻ കറി. ചെറിയൊരു നോമ്പുറല്ലേ നമ്മളത്, ചെറിയ നോമ്പുറ. എന്തായാലും നോമ്പുറക്കുന്നത് ഇപ്പം എല്ലാവരും ചെയ്യണതാണ്, അതുപോലെ പ്രത്യേകമൊന്നുമില്ല. എന്നാലും ഇതാണ് നമ്മൾ ഡെയിലി, ഇന്നത്തെ ഡെയിലിയാണ്. ഇതിന് 2 കുട്ടികൾ, 2 പേരെന്താ പറയാ, പേര് മറന്നുപോയല്ലോ. എന്താ പേര്? ആ സിയ. എന്താ പേര്? സിദ. ആ സിയ, സിദ, അതാണ് പേര്. നിങ്ങളെ എവിടെ, നിങ്ങളെ വീടാണ്? വീട് എവിടെയാണ്? ഹീറോ. ഓഹോ, നാട്ടുമ്മേ. നാട്ടുമ്മേ അറിയുമ്പോ അതെവിടെ? നാട്ടുമ്മേ അറിയുമ്പോ പറടി. You're from? You're from? I don't know. Oh my God. നാടിന്റെ പേരില്ലേ? എപ്പോഴും പറഞ്ഞല്ലേ ഫ്ലാഗിന്റെ കളർ, നമ്മള് ഫ്ലാഗ്, നാട്ടിന്റെ ഫ്ലാഗിന്റെ കളർ എന്ത്? ഇന്ത്യ എന്റെ, ഇന്ത്യ എന്റെ പറ്റി പറഞ്ഞമാരെ പറയാം. ഇന്ത്യ എന്റെ രാജ്യമാണ്, രാജ്യമാണ്, രാജ്യമാണ്. ഞാൻ പറഞ്ഞമാതിരി പറയണം. ഓക്കെ, ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. 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 ഓക്കെ, അത് മതി. ഗുഡ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. സമ്പൂർണവും സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ
അതിന്റെ പാരമ്പര്യം ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും മാതാപിതാക്കൾ ഇപ്പച്ചിനെ അങ്ങനെ ഞാൻ എന്റെ മാതാപിതാക്കളെയും ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും സ്നേഹിക്കും. പക്ഷേ ബാങ്ക് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും നടക്കൂല. ഞാനേ നോമ്പെടുക്കട്ടെ. അപ്പൊ നോമ്പെടുക്കണം തിരക്കിലേക്ക് വരി ഇരിക്കി ഫൈറ്റ് കുറച്ചോനെ വരി ഇതിനൊക്കെ എടുത്ത് പോ നോമ്പെടുക്കാൻ പോ. ബിസ്മില്ലോ ഗുഡ് ഗേൾ. പതുക്കട്ടോ, ആരൊന്നും കൊണ്ടുപോവില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ തീർന്നു. ഇനി ഫസ്റ്റ് ഡേ ബാക്കി ദിവസം തീരുന്ന അറിയുന്നല്ല, കാരണം ഈ 2026 വന്നിട്ട് ഫെബ്രുവരി കഴിഞ്ഞു. 2026 വന്നു, ജനുവരി ഫുള്ളായി, ഫെബ്രുവരി 18-ാം തീയതി ആയി. അപ്പൊ പോണ വജ്ജ് കാണൂല. അപ്പൊ 30 നോമ്പൊക്കെ ഇവിടെ പോണെന്ന് അറിയില്ല. ഷവായി ഗ്രില്ലിട്ട് സെറ്റായി നമ്മുടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അതെടുത്ത ഒരു പീസ് വൈഫിന് കൊടുക്കണം. ഇവിടെ പോവാണ്, ഷിഫ്റ്റിന് പോകണം. അപ്പൊ കൊടുക്കാൻ വേണ്ടി സെറ്റ്. വൈഫിന് ഷിഫ്റ്റിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സെറ്റൊക്കെ നമുക്ക് ഇപ്പോൾ തിന്നു പോകാൻ സമയമില്ല. നോമ്പ് തുറന്നു, ഇനി അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിച്ചോട്ടെ. പത്തിരി, കറി, ചോറ്, ഷവായി ഒക്കെ പടയും വിടാം. തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരിയും ചോറും ഷവായിയാണ്. പെലച്ചക്ക് കഴിക്കും. ഇപ്പം ഇതും കഴിക്കും. ഇനി കുറച്ച് ഫ്രൂട്ട്സ് ആയി കൊടുക്കാം. ഷവായി ഒന്ന് ഗ്രില്ലിലൊരു ലെഗ് പീസിൻ്റെ പൊട്ടെടുത്തു വെച്ചാൽ നല്ല ഫ്ലേവർ ഉണ്ട്, അടിപൊളിയാണ്. ഇന്ന് സത്യത്തില് ഷവായി ബുദ്ധാക്കുന്നത് ഇപ്പൊ അതൊക്കെ പോയി ഉള്ളടി ഒഴിവാക്കിയ ഷവാള് കയറ്റിയ പഴമ്പൊരു ഉള്ളടി. അതുകൊണ്ട് ഇപ്പൊ നല്ല എണ്ണല്ലാത്ത പരിപാടിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നാളെ കൂടെ അങ്ങനെ ആക്കാം. ഓക്കെ, തേങ്ങ അരച്ച കറിയും ചിക്കനും പത്തിരിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഈ പത്തിരിയോട് കൂടെ അവസാനിപ്പിക്കുന്നു. പല പട്ടിക്കുട്ടികളോട് നടക്കാൻ പറ്റാതെ അതെന്താണ്? ഭ്രാന്തികൾ. പിന്നെ ഹായ് അപ്പൊ ഗൈസ്, ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരുടെ എല്ലാവരും ബൈ ബൈ, സീ യു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ബൈ.